നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങളും ഒരു പ്രതിരോധ വിമാനവും തകർത്തെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്. 100-ലേറെ ഭീകരരെ വധിച്ചു. സ്ഥിരീകരണം ബംഗളൂരുവിൽ പൊതുപരിപാടിക്കിടെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണം കാണാതായ സംഭവത്തിൽ ഡോക്ടർ ഹാരിസിനെതിരായ അന്വേഷണം അവസാനിപ്പിച്ചു. നടപടി ഉണ്ടാകില്ലെന്ന് KGM-CTAക്ക് ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ്. കുട്ടികൾക്ക് പരാതി നൽകാൻ സ്കൂളുകളിൽ സുരക്ഷാമിത്രം സഹായപ്പെട്ടി സ്ഥാപിക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. പേര് വെച്ചോ വെക്കാതെയോ പരാതി നൽകാം. ആഴ്ചയിലൊരിക്കൽ പരാതി പരിശോധിക്കും. ആലപ്പുഴ നൂറനാട് മാതാപിതാക്കളുടെ ക്രൂരമർദ്ദനത്തിനിരയായ 4-ാം ക്ലാസ്സുകാരിയെ മന്ത്രി സന്ദർശിച്ചു. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ലിസ്റ്റിൻ സ്റ്റീഫന് മറുപടിയുമായി സാൻഡ്ര തോമസ്. ലിസ്റ്റിൻ കോക്കസിന്റെ ഭാഗമെന്നും തനിക്ക് മത്സരിക്കാൻ അർഹതയുണ്ടെന്നും സാൻഡ്ര തോമസിന്റേത് ഷോ എന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ. പരസ്യ പ്രതികരണം വിലക്കി താരസംഘടന അമ്മ. വിലക്ക് ലംഘിച്ചാൽ കർശന നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് വരണാധികാരികൾ. ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കൾ മുങ്ങി മരിച്ചു. മരിച്ചത് രാമേശ്വരം സ്വദേശികളായ ശ്രീ ഗൗതം, അരുൺ എന്നിവർ. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ വരാത്തതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. കേരള സർക്കാരാണ് കരാർ ലംഘനം നടത്തിയതെന്ന് AFIയുടെ മാർക്കറ്റിംഗ് മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സൺ. കരാർ ഒപ്പിട്ടത് സ്പോൺസറാണെന്ന് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. ഓപ്പറേഷൻ സിന്ധൂറിൽ 6 പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ തകർത്തുവെന്ന് സ്ഥിരീകരിച്ച വ്യോമസേനാ മേധാവി എയർ മാർഷൽ AP സിംഗ്. ഓപ്പറേഷൻ സിന്ധൂറിൽ ഉപയോഗിച്ച റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തെ AP സിംഗ് പ്രശംസിച്ചു. മെയ് 7 നടന്ന ഓപ്പറേഷനിൽ തകർന്ന ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചു. ബംഗളൂരുവിലെ പരിപാടിയിലാണ് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിന്റെ വെളിപ്പെടുത്തൽ. 5 യുദ്ധവിമാനങ്ങളും എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റമുള്ള ഒരു വിമാനവുമാണ് തകർത്തത്. പാകിസ്ഥാന്റെ വലിയ വിമാനം വീഴ്ത്തിയത് 300 കിലോമീറ്റർ ദൂരത്തിൽ വെച്ചാണ്. ഇത്രയും ദൂരത്തിൽ വിമാനം വീഴ്ത്തുന്നതും റെക്കോർഡാണെന്ന് AP സിംഗ് പറഞ്ഞു. Mostly from I'm talking about fighter aircraft are from S-400. We have at least 5 fighters confirmed killed and 1 large aircraft which could be either an Elint aircraft or an AWACS aircraft which was taken out at a distance of about 300 kilometers. This is the actually largest ever recorded surface to air kill that we can talk about. പെഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ വ്യോമസേനയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ ഇതാദ്യമായാണ് ഇന്ത്യൻ വ്യോമസേനാ മേധാവി വെളിപ്പെടുത്തുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിൽ ഉപയോഗിച്ച റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തെ പ്രശംസിച്ച AP സിംഗ് പാകിസ്ഥാന്റെ ഏതു ഭീഷണിയും നേരിടാൻ ഇന്ത്യയുടെ വ്യോമ സംവിധാനം ശക്തമാണെന്ന് പറഞ്ഞു. ജമ്മു കശ്മീരിലെ പെഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ മലയാളി ഉൾപ്പെടെ 26 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിനു പിന്നാലെയാണ് മെയ് 7 രാജ്യം ശക്തമായ തിരിച്ചടി നൽകിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെതിരെ പ്രതികാര നടപടി അവസാനിപ്പിക്കാനൊരുങ്ങിയ ആരോഗ്യവകുപ്പ്. ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന ആരോഗ്യവകുപ്പ് ഡോക്ടർമാരുടെ സംഘടനയായ KGM-CTAക്ക് ഉറപ്പു നൽകി. മന്ത്രി വീണ ജോർജ് തന്നെ വന്ന് കണ്ടതായും ഇനിയൊരു ഏറ്റുമുട്ടലിനില്ലെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കലും വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം ശസ്ത്രക്രിയാ ഉപകരണത്തിന്റെ പ്രതിസന്ധിയിൽ തുടങ്ങി. വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലുമായി തുടർന്നു വന്ന ഏറ്റുമുട്ടലാണ് സർക്കാർ അവസാനിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ യൂറോളജി വിഭാഗത്തിലെ മോസിലോസ്കോപ്പ് ഉപകരണം കാണാനില്ലെന്നും പുതിയത് വാങ്ങിവെച്ചുവെന്ന ആരോപണം വരെ ഡോക്ടർ ഹാരിസിനെതിരെ ഉയർത്തിയെങ്കിലും വിജയം കണ്ടില്ല. ഇതോടെ ആരോഗ്യമന്ത്രി തന്നെ നേരിട്ടെത്തി ഡോക്ടർ ഹാരിസിനെ കണ്ടു. ഉപകരണം കാണാതായത് സംബന്ധിച്ച് DME നൽകുന്ന റിപ്പോർട്ടിൽ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന പ്രിൻസിപ്പൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ വിവാദം അവസാനിപ്പിക്കുകയാണെന്നും ഈ വിഷയം സംഘടന ഏറ്റെടുത്തതായും ഇനി പ്രതികരിക്കാനില്ലെന്നും ഡോക്ടർ ഹാരിസും വ്യക്തമാക്കി. അതിനകത്തൊന്നും എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. അത് നമ്മുടെ സംഘടന അത് ഏറ്റെടുത്തിരിക്കുകയാണ്. സംഘടന പ്രിൻസിപ്പലിനെ കണ്ടു, അത് അദ്ദേഹം വിശദീകരണം കൊടുത്തോളും. അത് നമുക്ക് ആവശ്യമുണ്ടായിരുന്നത് അവർ മോസിലോസ്കോപ്പ് ഇല്ല എന്നുള്ള സംഭവമാണ്. അവരത് ചെക്ക് ചെയ്ത് മോസിലോസ്കോപ്പ് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൽ കൂടുതൽ ഇനിയിപ്പോൾ അതിനകത്ത് എനിക്കൊന്നും പ്രതികരിക്കാനില്ല.
മോസിലോസ്കോപ്പ് കാണാനില്ലെന്ന് മന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ഇക്കാര്യത്തിൽ സർക്കാരിനെ കുറ്റം പറയാനില്ലെന്നും തന്റെ ഭാഗത്തു നിന്നും ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെന്നും ഡോക്ടർ ഹാരിസും പറഞ്ഞു. ചട്ടലംഘനമാണ് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ മീഡിയയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ചട്ടലംഘനമാണ്. മാഡവും DMEയും വന്നു കണ്ടു. അവർ വളരെ നമ്മൾ സമാധാനിപ്പിച്ചു. ഡോക്ടർമാരുടെ മനോവീര്യം കെടുത്തുന്ന നടപടിയാണ് ഇന്നലെ ഉണ്ടായതെന്നും ഇക്കാര്യത്തിൽ ഡോക്ടർ ഹാരിസുമായി ചേർന്ന മന്ത്രിയുമായി അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്നും KGMCT അറിയിച്ചു. അദ്ദേഹത്തെ വിക്ടിമൈസ് ചെയ്യാനായിട്ട് ഇനിയും നീക്കങ്ങൾ ഉണ്ടായാൽ സംഘടന ഏത് വിധേനയും അത് ചെറുക്കുമെന്നുള്ളതും ഞങ്ങൾ വളരെ അസന്ദിഗ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ KGMCTയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതിനുള്ളൊരു സമയം അറിയിക്കാമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഉപകരണം കാണാതായത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയതായും വാർത്താ സമ്മേളനത്തിനിടെ പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും വിളിച്ചത് താനാണെന്നും DMEയും വ്യക്തമാക്കി. നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും നിങ്ങൾ പറയണ്ട എന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി അവരെ രണ്ടുപേരും വിളിച്ചു. ഞാൻ തന്നെയാണ് വിളിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡോക്ടർ ഹാരിസ് വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആലപ്പുഴയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മന്ത്രി മടങ്ങിയത്. ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ മന്ത്രി എന്തെങ്കിലും പറയാനുള്ളപ്പോൾ അറിയിക്കാമെന്നും വ്യക്തമാക്കി. ഡോക്ടർ ഹാരിസിന് പൂർണ്ണ പിന്തുണയുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഡോക്ടറെ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്താൻ സർക്കാർ ശ്രമിച്ചു. അതിന് മുഖ്യമന്ത്രി നേതൃത്വം നൽകി. ഡോക്ടർ ഹാരിസ് പറഞ്ഞത് സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഗുരുതരമായ തകർച്ചയിലാണ് എന്ന് ഏറ്റവും സത്യസന്ധനായ സേവന തൽപരനായ ഡോക്ടർ ഹാരിസ് ഹസൻ നടത്തിയ വെളിപ്പെടുത്തൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് പകരം ഭരണത്തിൻ്റെ ദുസ്വാധീനത്തിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും വരുതിയിൽ നിർത്താനാണ് കേരളത്തിലെ ഗവൺമെൻറ് ശ്രമിച്ചത്. മുഖ്യമന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകി. എന്നാൽ ഏത് അന്വേഷണ പ്രഹസനവും എത്ര തന്നെ നടത്തിയാലും എന്ത് മോഷണത്തിൻ്റെ ആരോപണം ഉന്നയിച്ചാലും അദ്ദേഹം നിരപരാധിയാണ്, സത്യസന്ധനാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണ്. അത് കേരളത്തിലെ ജനങ്ങൾ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ തന്നെയാണ്. ആരോഗ്യ മേഖലയുടെ ഗുരുതരമായ പ്രതിസന്ധി അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അതിനെ മറച്ചുവെക്കാൻ ഗവൺമെൻറ് എന്ത് നാടകങ്ങൾ നടത്തിയാലും എത്ര അധികാര ദുർവിനിയോഗം നടത്തിയാലും അവർക്ക് സാധിക്കുന്നതല്ല. ജനങ്ങൾ ഡോക്ടർ ഹാരിസ് ആരോഗ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികത നഷ്ടപ്പെട്ടതായി രമേശ് ചെന്നിത്തല. സത്യം പറഞ്ഞ് ഡോക്ടറെ ഇതുപോലെ ഹറാസ് ചെയ്യാൻ പാടുണ്ടോ? കള്ളങ്ങൾ പറഞ്ഞ് അവസാനം മാപ്പ് പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുന്നു. ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പിനെ കുളമാക്കിയെന്നും ചെന്നിത്തല പറഞ്ഞു. ആരോഗ്യമന്ത്രിക്ക് തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി രാജിവെച്ചൊഴിയുകയാണ് വേണ്ടത്. ഒരു ഡോക്ടർ സത്യം പറഞ്ഞതിന്റെ പേരിൽ അയാളെ ക്രൂശിലേറ്റുകയാണ് ചെയ്തത്. ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ചില കാര്യങ്ങൾ തുറന്ന് ഒരു ഡോക്ടർ പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ ഇനി എന്തെല്ലാമാണ് ഇവർ ചെയ്തത്? ഇതുപോലെ ഹരാസ് ചെയ്യാൻ പാടുണ്ടോ? ഇതുപോലെ ഡോക്ടറെ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? ഇപ്പോൾ എല്ലാ കുറ്റങ്ങൾ കള്ളങ്ങളും പറഞ്ഞ് അവസാനം മാപ്പ് ചോദിച്ച് തടിയൂരാൻ ആരോഗ്യമന്ത്രി ശ്രമിക്കേണ്ട. ആരോഗ്യമന്ത്രി ആരോഗ്യ വകുപ്പിനെ ഒരു കുളമാക്കിയിരിക്കുകയാണ്. ഈ വകുപ്പ് കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത നിലയിലേക്ക് മാറി. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷാമിത്രം പദ്ധതിക്ക് തുടക്കം കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും ലക്ഷ്യമിട്ടുള്ള സമഗ്ര കർമ്മ പദ്ധതിയാണ് സുരക്ഷാമിത്രമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് പരാതികളും ദുരനുഭവങ്ങളും രഹസ്യമായി രേഖപ്പെടുത്താൻ ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കും. ഇത് പ്രധാനാധ്യാപകന്റെ ചുമതലയായിരിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ബോക്സ് തുറന്ന് വിവരങ്ങൾ വിലയിരുത്തി തുടർ നടപടികൾക്കായി വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കണം. കുട്ടികളുടെ പെരുമാറ്റത്തിലോ പഠനത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ അധ്യാപകർക്ക് പരിശീലനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രയാസം അതെല്ലാം ഞാൻ പറയുന്നില്ല. നമുക്ക് കേട്ടാൽ തന്നെ വല്ലാത്ത വിഷമം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി എന്നോട് പറയും. അപ്പം ഞങ്ങളെല്ലാം പോകാൻ വേണ്ടി എണീറ്റപ്പോൾ കുട്ടി വിടുന്നില്ല, കയ്യിൽ കയറി നിർബന്ധമായിട്ട് പിടിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും നടക്കുകയാണ്. നമ്മൾ പുറംലോകം അറിയുന്നില്ല. ഇതിനൊരു ശക്തമായ ഇടപെടൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി
ഇത്തരം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ അവരുടെ അഡ്രസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശേഖരിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴ നൂറനാട് മാതാപിതാക്കളുടെ ക്രൂരമർദ്ദനത്തിനിരയായ 4ാം ക്ലാസ്സുകാരിയെ ശൂർനാട്ടിലെ വീട്ടിലെത്തി കണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥിനിക്ക് താങ്ങും തണലുമായി ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടിക്ക് സമ്മാനങ്ങൾ നൽകുന്ന ചിത്രം പങ്കുവച്ച് സമൂഹ മാധ്യമത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കൊല്ലത്ത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ പൊള്ളലേൽപ്പിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് പ്രതികരണം. രണ്ടാനച്ഛനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുകയും വേണ്ട സഹായങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നും കുട്ടികളെ ഉപദ്രവിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ വെല്ലുവിളിയുമായി സാൻഡ്ര തോമസ്. പറയുന്നത് നുണയാണെന്ന് തെളിയിച്ചാൽ താൻ ഇൻഡസ്ട്രി വിടുമെന്നും മറിച്ചാണെങ്കിൽ ഇൻഡസ്ട്രി വിടാൻ ലിസ്റ്റിൻ തയ്യാറാകുമോ എന്നും സാൻഡ്ര ചോദിച്ചു. ലിസ്റ്റിനോട് വ്യക്തിവൈരാഗ്യമില്ല, എന്നാൽ ലിസ്റ്റിന് ഒന്നിനെക്കുറിച്ചും ധാരണയില്ല. തലപ്പത്ത് വരുന്നവരിൽ പലർക്കും ബൈലോയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലെന്നും സാൻഡ്ര ആരോപിച്ചു. ലിസ്റ്റിനാണ് അനാവശ്യമായി മമ്മൂട്ടിയുടെ പേര് വലിച്ചിഴച്ചത്. താൻ വ്യക്തതയോടെയും ബോധ്യത്തോടെയുമാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്നും സാൻഡ്ര പ്രതികരിച്ചു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സാൻഡ്ര തോമസിനെതിരെ ലിസ്റ്റിൻ സ്റ്റീഫൻ. സാൻഡ്ര തോമസ് പറയുന്ന കാര്യങ്ങൾ നുണയാണെന്ന് തെളിയിക്കേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. സ്ത്രീയാണെന്ന കാരണം കൊണ്ടാണ് പ്രതികരിക്കാത്തത്. സാൻഡ്ര തോമസ് മത്സരിക്കണമെന്ന് തന്നെയാണ് ആവശ്യം. സാൻഡ്ര തോമസിന്റെ പത്രിക തള്ളിയത് ബൈലോ പ്രകാരമാണെന്നും ആദ്യം പർദ്ദ ധരിച്ചെത്തിയ സാൻഡ്രയ്ക്ക് പിന്നീട് പർദ്ദ കിട്ടിയില്ലേ എന്നും ലിസ്റ്റിൻ ചോദിച്ചു. പിന്നെ ഇതൊരു ഷോയാണ് കാട്ടിയത് പുള്ളിക്കാരി, പറഞ്ഞു മനസ്സിലായോ? ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ ധരിച്ചിട്ടാണോ വന്നത്? അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പർദ്ദ ധരിച്ചില്ലല്ലോ. പർദ്ദ എന്താണ് വാങ്ങിക്കാൻ കിട്ടിയില്ലേ? എന്താണ് പറ്റിയത്? അല്ല, ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാൻഡ്ര തോമസ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോഴും എക്സിക്യൂട്ടീവിൽ മത്സരിക്കുന്നുണ്ട്. സാൻഡ്ര തോമസിൻ്റെ പിതാവ് മത്സരിക്കുന്നുണ്ട്. പിന്നെ ഒരു റിലേറ്റീവ് ഒരാളോട് മത്സരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആൾ വിഡ്രോ ചെയ്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ എനിവേ ഇവർ രണ്ടുപേര് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് മത്സരിക്കാൻ പറ്റുന്നത്? ഇവർക്ക് മത്സരിക്കാൻ പറ്റും. പക്ഷേ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ട്രഷറോ അങ്ങനത്തെയുള്ള സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ 3 സെൻസസ് സർട്ടിഫിക്കറ്റ് വേണം. അതാണ് അവിടുത്തെ ബൈലോ. ബൈലോ എന്ന് പറയുന്നത് ഇപ്പം പ്രസിഡൻ്റായിട്ട് ഉള്ള വ്യക്തിയോ അല്ല സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയോ അല്ല പറയേണ്ടത്. അതാരാണോ ഇപ്പം ഈ സംഘടനയുടെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് വരുന്ന ആളാണ് പറഞ്ഞത് മത്സരിക്കാനായിട്ട് പറ്റൂല. ഇനി കോടതി പറയുകയാണോ മത്സരിക്കാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ ആൾക്ക് മത്സരിക്കാം. ഞങ്ങൾ പോയി അപ്പീലിന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി താരസംഘടന അമ്മ. സംഘടനയിലെ ആഭ്യന്തര വിഷയങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിപ്രായ പ്രകടനം നടത്തരുതെന്നാണ് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച ശേഷിക്കെയാണ് വരണാധികാരിയുടെ നിർദ്ദേശം. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് അംഗങ്ങൾക്ക് പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആഭ്യന്തര വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുതെന്നാണ് തെരഞ്ഞെടുപ്പ് വരണാധികാരി അഡ്വക്കേറ്റ് കെ മനോജ് ചന്ദ്രന്റെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓഗസ്റ്റ് 15 വരെയാണ് വിലക്ക്. നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വിവിധ വിഷയങ്ങളിൽ ചേരിതിരിഞ്ഞ് താരങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പലരും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് കുക്കു പരമേശ്വരനെതിരെ പൊന്നമ്മ ബാബുവും ഉഷ ഹസീനയും രംഗത്തെത്തി. ഇതിന് മറുപടിയെന്നോണം മാല പാർവതി അടക്കമുള്ള നടിമാർ പരസ്യ പ്രതികരണം നടത്തുകയും ചെയ്തു. ഇത്തരത്തിൽ താരങ്ങൾ പരസ്യമായ ആരോപണങ്ങളിലേക്ക് കടന്നതോടുകൂടിയാണ് വരണാധികാരിയുടെ ഇടപെടൽ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതും വാർത്തയായി. കേസിന് പിന്നിൽ നടൻ ബാബുരാജ് ആണെന്ന് ആരോപിച്ച് മാല പാർവതി രംഗത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 15 രാവിലെ 11 മണി മുതലാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. വൈകിട്ടോടുകൂടി ഫലവും പ്രഖ്യാപിക്കും. അമൃത ന്യൂസ്, കൊച്ചി. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് രാമേശ്വരം സ്വദേശികളായ ശ്രീ ഗൗതം, അരുൺ എന്നിവരാണ് മരിച്ചത്. കോയമ്പത്തൂർ കർപ്പകം കോളേജിലെ വിദ്യാർത്ഥികളാണിവർ. അവധി ആഘോഷിക്കാനെത്തിയതായിരുന്നു ഇവർ ഉൾപ്പെടുന്ന 10 അംഗ സംഘം. പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾ ഷൺമുഖം കോസ്വേയുടെ വശത്തുള്ള ഓവുചാലിൽ അകപ്പെടുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേടിന് ശ്രമം നടക്കുന്നുണ്ട് എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. തൃശൂരിൽ ഉൾപ്പെടെ കലർപ്പുണ്ടായി.
അനർഹരെ ചേർത്തു. വാർഡ് വിഭജനത്തിലടക്കം ക്രമക്കേട് നടന്നിട്ടുണ്ട്. LDF ജയിക്കാത്ത വാർഡുകളിൽ അതിർത്തിയിൽ നിന്ന് തങ്ങളുടെ വോട്ടർമാരെ പുനർനിർണയത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്തു. തൃശൂർ പാർലമെന്റ് സമ്മേളന സമയമായതുകൊണ്ട് കേരളത്തിൽ അവരെ കാണാനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ടാണ് ഡൽഹിയിൽ പോയി കൂടിക്കാഴ്ച നടത്തിയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഒന്ന് അർഹതയില്ലാത്തവരെ ചേർത്തിട്ടുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് വാർഡ് വിഭജനം അശാസ്ത്രീയമായിട്ട് നടത്തി. എങ്ങനെ അശാസ്ത്രീയമായിട്ട് വാർഡ് വിഭജനം നടത്തിയാലും ജയിക്കാൻ കഴിയാത്ത ചില സ്ഥലങ്ങളുണ്ട് എന്ന് LDFന് നന്നായിട്ടറിയാം. അവിടെ എന്തു ചെയ്യും? വാർഡിൻ്റെ അതിർത്തിയിൽ നിന്ന് കുറേ പേരെ മറ്റൊരു വാർഡിലേക്ക് തിരഞ്ഞെടുത്ത് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ചേർക്കുന്നു. 2 വാർഡിലും അതിൻ്റെ ഇലക്ഷൻ സംബന്ധിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് വേറെ ആളുകളെ ചേർക്കുന്നത് വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പല സ്ഥലത്തും അത് സംബന്ധിച്ച് പരാതി കിട്ടുന്നുണ്ട്. പ്രാദേശികമായിട്ട് പരാതികൾ പലതും UDFൻ്റെ പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. ആ പരാതികൾക്ക് ബന്ധപ്പെട്ട സെക്രട്ടറിമാർ പരിഹാരം ഉണ്ടാക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട്. നിർദ്ദേശിച്ചാൽ മാത്രം പോരാ, പരാതികൾ പരിഹരിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട്. സുരേഷ് ഗോപിയും കുടുംബവും അനിയൻ്റെ കുടുംബവും വോട്ട് ചേർത്തത് ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടുപേരിലാണെന്നും ഇപ്പോൾ ആ വീട്ടിൽ ആരും താമസമില്ലെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. തെരഞ്ഞെടുപ്പിന് ശേഷം ആ വീട് മുംബൈ കേന്ദ്രീകരിച്ച കമ്പനിക്ക് കൊടുത്തു. ഇവർക്ക് ഇപ്പോൾ ഈ വിലാസത്തിൽ വോട്ടുണ്ട്. അവിടെ താമസിക്കുന്നത് മറ്റു ചിലരാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ട് ചേർത്ത് അവിടെ നിന്ന് പോയി. ധാർമ്മികമായി ഇത് ശരിയല്ല. ഇവർക്ക് ഇതേ വീട്ടു നമ്പറിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ പേരില്ല. ഒരു ബൂത്തിൽ 25 മുതൽ 45 വരെ വോട്ടുകൾ ക്രമക്കേടിലൂടെ കടന്നുകൂടിയെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ബഹുമാന്യനായ MP ശ്രീ സുരേഷ് ഗോപി അവർകൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ നിയോജക മണ്ഡലത്തിൽ വോട്ട് ചേർത്തിയത് നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷൻ നമ്പർ 116 ഉള്ള വോട്ടർ പട്ടികയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ കുടുംബവും അവരുടെ പേര് വിവരങ്ങളുള്ളത്. അതായത് പട്ടികയിൽ 1016 മുതൽ 1026 വരെയുള്ള 11 വോട്ടുകളാണ് അദ്ദേഹം ഭാരത് ഹെറിറ്റേജ് എന്ന് പറയുന്ന വീട്ടുപേരിൽ വീട്ടു നമ്പർ 10/219/2 അതായിട്ട് അദ്ദേഹം വോട്ട് ചേർത്തിയത്. ആ വോട്ടെടുപ്പിന് ശേഷം ഈ വീട് ബോംബെ ബേസ്ഡ് ഒരു പാർട്ടിക്ക് കൊടുക്കുകയും ഇപ്പോൾ ആ വീട്ടിൽ ഇവരാരും താമസമില്ല. അവരുടെ തിരിച്ചറിയൽ കാർഡ് നമ്പർ അടിച്ചാൽ അദ്ദേഹത്തിന് ഇവിടെ വോട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കും. ഇവരുടെ നമ്പറുകൾ അടിച്ചു നോക്കിയപ്പോൾ ഈ വീട്ടിൽ ഇപ്പോഴും വോട്ടുണ്ട്. ആ വീട്ടിൽ താമസക്കാർ ഇവരല്ല. ഇത് വാങ്ങിയ ആൾക്കാരുടെ 2 പേരാണ് ഇന്ന് ആ വീട്ടിൽ താമസം. അപ്പം നമ്മൾ പരാമർശിച്ച അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ശരിവെക്കുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലും സമാനമായ ക്രമക്കേടുകൾ നടന്നുവെന്ന് CPM നേതാവ് VS സുനിൽകുമാർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താൻ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. LDF മാത്രമല്ല UDFും പരാതികൾ നൽകിയിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ, വളരെയധികം തെളിവുകൾ നിരത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ സ്ഥാപനമായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒത്താശയോടുകൂടി എങ്ങനെയാണ് BJP മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം വളരെ സ്പെസിഫിക്കായിട്ട് പറയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സമാനമായ രീതിയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ, ആ ക്രമക്കേടുകൾ വീണ്ടും ആവർത്തിച്ച് ജനങ്ങളോട് പറയണമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് നിങ്ങൾ പത്രപ്രതിനിധികൾ ഇക്കാര്യത്തെ സംബന്ധിച്ച് പ്രതികരണം ആരാഞ്ഞ സന്ദർഭത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എന്നാൽ ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ശ്രീ രത്തൻ യു കേൽക്കർ, അദ്ദേഹം എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു നല്ലൊരു ഓഫീസറാണ്.
അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു മറുപടിയായിട്ട് അല്ല ഞാനിതിനെ കാണുന്നത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഇവിടെ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും ഞങ്ങൾ പരാതികളൊന്നും കൊടുത്തിട്ടില്ലെന്നും യഥാസമയം പരാതി കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ അതുകൊണ്ട് പരാതി ലഭിക്കാത്ത സാഹചര്യത്തിൽ വളരെ ഫെയർ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് എന്ന നിലയിലാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതോടൊപ്പം സുനിൽകുമാറിന് മാനസിക രോഗമെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. പരാജയത്തെ പരാജയമായി കാണുവാൻ കഴിയാത്തത് രോഗമാണ്. സുനിൽകുമാറിനും UDF-നും ബാധിച്ചിരിക്കുന്നത് രോഗം. 1 വർഷം കഴിഞ്ഞിട്ടും സുരേഷ് ഗോപിയുടെ വിജയത്തെ അംഗീകരിക്കാൻ സുനിൽകുമാറിനും UDF-നും കഴിയുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ആരോപണമെന്നും അദ്ദേഹം പറഞ്ഞു. അത് രോഗമാണ്. സുനിൽകുമാറിനെയും UDF-നെയും ബാധിച്ചിരിക്കുന്ന രോഗം അതാണ്. ശ്രീ സുരേഷ് ഗോപി MP-യുടെ വിജയത്തെ അംഗീകരിക്കുവാൻ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഈ 1 വർഷം കഴിഞ്ഞിട്ടും സാധിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്നത്. നട്ടെല്ലുണ്ട്. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന സംഭവങ്ങളിൽ ആശങ്കയുണ്ടെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റിജീമിയോസ് ഇഞ്ചനാനിയേൽ. 10 വർഷത്തിനുള്ളിൽ 100 ഇരട്ടി വർധനവാണ് മതപീഡനത്തിൽ ഉണ്ടായത്. ഞങ്ങൾ യൂറോപ്പിലേക്ക് പോകണമെന്നാണോ മോദി സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും ബിഷപ്പ് ചോദിച്ചു. തൃശ്ശൂരിൽ BJP ജയിച്ചത് ക്രൈസ്തവരുടെ കൂടി പിന്തുണയോടെയാണെന്ന് AK ബാലന്റെ പ്രസ്താവനയ്ക്ക് ബാലൻ ക്രിസ്ത്യാനിയല്ലല്ലോ, അദ്ദേഹം തെളിവ് കൊണ്ടുവരട്ടെ എന്നായിരുന്നു ബിഷപ്പിന്റെ മറുപടി. തീർച്ചയായിട്ടും അത് ക്രൈസ്തവ ലോകത്തിന് വലിയ ആകുലതയാണ്. ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നതും വാഗ്ദാനം ചെയ്തിരിക്കുന്നതുമാണ് വിശ്വാസം സൂക്ഷിക്കുവാനും വിശ്വാസം ജീവിക്കുവാനും അത് പ്രഘോഷിക്കുവാനുമുള്ള അവകാശം. അത് ഭരണഘടന തന്ന, ഇതൊരു സെക്കുലർ രാജ്യമല്ലേ, ആ ഒരു ഭരണഘടന നമുക്ക് നൽകിയ വലിയ ഒരു അവകാശമാണിത്. എന്നാൽ മതം മാറ്റുന്നു എന്ന പേരിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് തകർക്കാനാണ് പരിശ്രമിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഉള്ളിൽ 100 ഇരട്ടി വർധനവാണ് ക്രൈസ്തവർക്കെതിരെ ഈ അവസരത്തിൽ വിവിധ മേഖലകളിൽ മതപീഡനം ഉണ്ടായിട്ടുള്ളത്. 2015 100-ൽ താഴെ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായിരുന്ന ആക്രമണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 2025 ആകുമ്പോഴേക്കും അത് 1000-ന് മുകളിലെത്തി. 1 വർഷം 2024 1000-ലധികം സംഭവങ്ങളാണ് ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായത്. വന്യജീവി പ്രശ്നത്തിന് പരിഹാരം കാണാതെ കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാരിനെതിരെ നിസ്സഹകരണ സമരം നടത്തുമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ റാലിയിൽ താമരശ്ശേരി രൂപത മെത്രാൻ മാർ റിമീജിയോസ് ഇഞ്ചനാനിയേലാണ് സാധാരണ സമര രീതിയിൽ നിന്നും മാറി നിസ്സഹകരണ സമരത്തിലേക്ക് കടക്കും എന്ന് പറഞ്ഞത്. വന്യമൃഗങ്ങളെ വനാതിർത്തിയിൽ തടയുന്നതിനാവശ്യമായ സൗരവേലി ഉടൻ നിർമ്മിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി 2 വർഷം കഴിഞ്ഞിട്ടും വാക്കുപാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വനം വന്യജീവി വകുപ്പിനും സർക്കാരിനുമെതിരെ താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ രൂപതാ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ റാലി നടത്തിയത്. സൗരവേലി വഞ്ചനയ്ക്കെതിരെ സാരിവേലി സമരമാണ് കത്തോലിക്ക കോൺഗ്രസ് നടത്തിയത്. അതിജീവന പ്രതിഷേധ റാലിയും താമരശ്ശേരി രൂപതാ മെത്രാൻ മാർ റിമിഞ്ചിയോസ് ഇഞ്ചനാനിയൽ ഉദ്ഘാടനം ചെയ്തു. വന്യജീവി ആക്രമണത്തിന് യാതൊരു പരിഹാരവും കാണാതെ കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാർ നടപടിയിലുള്ള പ്രതിഷേധം ബിഷപ്പ് അറിയിച്ചു. വന്യജീവി പ്രശ്നത്തിൽ യാതൊരു പരിഹാരവും ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ നിസ്സഹകരണ സമരം നടത്തുമെന്നും പറഞ്ഞു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു ശക്തി പ്രാപിച്ചത്. ഇനി ഞങ്ങളുടെ ഏതെങ്കിലും മറ്റൊരു അലി ഗഫൂർ കൊല്ലപ്പെടുകയോ ഒരു സഹോദരന് മൃഗത്താൽ ആക്രമപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായിട്ട് ഇവിടെ ഒരുമിച്ച് മുന്നോട്ട് വരും. ഞങ്ങൾ ക്വിറ്റ് ഇന്ത്യ സമരം തന്നെ ഞങ്ങൾ ആരംഭിക്കും. അത് മറ്റൊരു സ്വാതന്ത്ര്യ സമരമായിട്ട് അത് മാറുമെന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. താമരശ്ശേരി, കോടഞ്ചേരി, തിരുവമ്പാടി, പാറോപ്പടി മേഖലകളിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി നിരവധി പേരാണ് പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തത്. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ, ഡയറക്ടർ ഫാദർ സബിൻ തൂമുള്ളിൽ, സെക്രട്ടറി ഷാജി കണ്ടത്തിൽ തുടങ്ങിയവർ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു. വന്യമൃഗ ആക്രമണ ദുരിതത്തിനെതിരെ പ്രതീകാത്മകമായി സാരിവേലി കെട്ടി പ്രതിജ്ഞ ചൊല്ലി പ്രമേയവും അവതരിപ്പിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. ഗോത്രകലകൾക്ക് പുത്തൻ ഉണർവേകാൻ കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ
ജനഗൽസ പദ്ധതി. മംഗളം കളിയോടെ വൈവിധ്യമാർന്ന ഗോത്രകലകൾക്ക് തുടക്കമായി. മന്ത്രി എം ബി രാജേഷ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. ഗോത്രകലകളുടെ താളവും ആവേശവും ജനഗൽസയിലൂടെ തുടികൊട്ടി തുടങ്ങി. പാരമ്പര്യ ഗോത്രകലാരൂപങ്ങളെ സംരംഭക മാതൃകയിൽ പുനരുജ്ജീവിപ്പിച്ച് തദ്ദേശീയ ജനതയ്ക്ക് മികച്ച ഉപജീവനമാർഗം ലഭ്യമാക്കുന്നതാണ് കുടുംബശ്രീ സംസ്ഥാന മിഷൻ നടപ്പാക്കുന്ന ജനഗൽസ പദ്ധതി. സംസ്ഥാനത്തെ വിവിധ ആദിവാസി ഗോത്ര സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന കലാരൂപങ്ങളെ ജനഗൽസയിലൂടെ പ്രോത്സാഹിപ്പിക്കും. കുറ്റിക്കോലിൽ നടക്കുന്ന ജനഗൽസയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് ഓൺലൈനിൽ നിർവഹിച്ചു. നിലവിലുള്ള സാഹചര്യം മനസ്സിലാക്കി കൃത്യമായി പഠിക്കാനും പരിശീലിപ്പിക്കാനും പുതിയ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാനുമുള്ള പദ്ധതികൾ പ്രധാനപ്പെട്ടതാണ്. അതിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ജനഗൽസ എന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. തദ്ദേശീയ മേഖലയിലെ 400ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന 10 ഗോത്രകലാരൂപങ്ങളാണ് 2 ദിവസങ്ങളിലായി അവതരിപ്പിക്കുന്നത്. പുതുതലമുറയെ പരിചയപ്പെടുത്താനായി ഇരുള നൃത്തം, കൊക്കമാന്തിക്കളി, വട്ടക്കളി, ഗുഡിമനെ, കൊട്ടുംകുഴലും, കൊല്ലവയാട്ടം, എരുതു നൃത്തം, മംഗലംകളി, കൊറക നൃത്തം തുടങ്ങിയവയാണ് ജനഗൽസ സംസ്ഥാനതല ഉദ്ഘാടന വേദിയിലെത്തുന്നത്. ആയിരങ്ങൾ അണിനിരുന്ന ഘോഷയാത്രയോടെയായിരുന്നു ഗോത്രകലാ അവതരണത്തിന് തുടക്കം കുറിച്ചത്. അമൃത ന്യൂസ്, കാസർഗോഡ്. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ തിരോധാന കേസിൽ അന്വേഷണം തുടരുന്നു. ആലപ്പുഴ ചേർത്തലയിൽ പ്രതി സെബാസ്റ്റിനുമായി വീണ്ടും തെളിവെടുപ്പ് നടത്തി. ചേർത്തല നഗരത്തിലെ ഹോം അപ്ലയൻസസ് സ്ഥാപനത്തിലാണ് തെളിവെടുപ്പ് നടന്നത്. കസ്റ്റഡി കാലാവധി അവസാനിച്ച സെബാസ്റ്റിനെ അന്വേഷണ സംഘം വീണ്ടും തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. തലസ്ഥാനത്തെ വൃക്ഷസമ്പന്നമാക്കാൻ വിത്ത് പന്തുകൾ തയ്യാറാക്കി കോർപ്പറേഷൻ. 6000-ലധികം സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ച് 4 ലക്ഷത്തിലധികം വിത്തുപന്തുകളാണ് നഗരസഭ തയ്യാറാക്കിയത്. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ കളിമൺ കുഴച്ച് അതിൽ പലവിധ വൃക്ഷങ്ങളുടെ വിത്തുകൾ ചേർത്താണ് പന്ത് തയ്യാറാക്കിയത്. 2050-നുള്ളിൽ തലസ്ഥാന നഗരത്തെ കാർബൺ രഹിതമാക്കുകയാണ് ലക്ഷ്യം. ഒപ്പം വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി നഗരസഭ തയ്യാറാക്കിയ ഗ്രീൻ ബഡ്ജറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. കുട്ടികൾ ഉണ്ടാക്കിയ പന്തുകൾ നഗരപരിധിയിലെ വിവിധയിടങ്ങളിൽ നിക്ഷേപിക്കും. വർദ്ധിപ്പിക്കാനാണ് ഈ പദ്ധതിയിലൂടെ കഴിയുക. അതോടൊപ്പം നഗരസഭയുടെ ഗ്രീൻ ബജറ്റും ഇന്ന് പ്രകാശനം ചെയ്യുകയാണ്. ഒരു സംശയവുമില്ല, ഇതെല്ലാം മാതൃകാപരമായ നടപടിയാണ്. തിരുവനന്തപുരം അമ്പൂരിയിൽ നിന്ന് വനം വകുപ്പ് പിടികൂടിയ പുലി ചത്തു. നെയ്യാർ ലയൺ സഫാരി കേജിൽ ചികിത്സയിലായിരുന്നു. പുലിയെ നിരീക്ഷിക്കാനായി 2 വാച്ചർമാരെയും നിയോഗിച്ചിരുന്നു. റബ്ബർ ടാപ്പിങ്ങിന് പോയ പ്രദേശവാസികളാണ് കാട്ടുവള്ളിയിൽ കുരുങ്ങിയ നിലയിൽ ഇന്നലെ പുലിയെ കണ്ടത്. തുടർന്ന് വനം വകുപ്പും RRT സംഘവും ചേർന്ന് മയക്കുവെടിവെച്ച് പുലിയെ പിടികൂടുകയായിരുന്നു. മലപ്പുറത്ത് ഹോട്ടലിൽ ഭക്ഷണം കിട്ടാൻ വൈകിയതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊളത്തൂർ പടിഞ്ഞാറേക്കുളമ്പ് സ്വദേശി ചെങ്കുണ്ടൻ അബ്ദുൽ ഹക്കീം, പാങ്ങുചേണ്ടി സ്വദേശി പാറയിൽ നിസാമുദ്ദീൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെയായിരുന്നു സംഭവം. പ്രതികൾ കൊളത്തൂരിൽ പുതുതായി ആരംഭിച്ച ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയപ്പോഴാണ് സംഭവം ഉണ്ടായത്. ഇവിടെ വെച്ചുണ്ടായ തർക്കം കൊളത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് വ്യാപിച്ചു. അടിപിടിക്കിടെ കാർ ഓടിച്ചുപോയ അബ്ദുൽ ഹക്കീം താനുമായി വാക്കേറ്റമുണ്ടായവരെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുകയായിരുന്നു. 2 പേർക്ക് ഈ സംഭവത്തിൽ പരിക്കേറ്റു. സംഭവത്തിന് ശേഷം വയനാട്ടിലേക്ക് രക്ഷപ്പെട്ട പ്രതികളെ മീനങ്ങാടിയിലെ ഒളിത്താവളത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കോഴിക്കോട് നാദാപുരത്ത് കാറിൻ്റെ നമ്പർ പ്ലേറ്റുകൾ മറച്ച് ജസ്റ്റ് മാരീഡ് സ്റ്റിക്കർ പതിച്ചുകൊണ്ട് വിവാഹ സംഘം യാത്ര ചെയ്ത സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ഇളയടം സ്വദേശി നൌഷിഖ്, കടമശ്ശേരി സ്വദേശികളായ മുഹമ്മദ് റഫ്നാസ്, RP നിജാസ്, RP ഹാഷിം എന്നിവരാണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ചയാണ് വിവാഹാഘോഷത്തിന് 4 കാറുകൾ നമ്പർ പ്രദർശിപ്പിക്കാതെ ജസ്റ്റ് മാരീഡ് സ്റ്റിക്കർ പതിച്ച് അപകടകരമായ വിധത്തിൽ ഓടിച്ചത്. പുറമേരിയിൽ വെച്ച് നാട്ടുകാർ കാർ തടഞ്ഞ് ചോദ്യം ചെയ്തത് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കിയിരുന്നു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പേരാമ്പ്ര ഷോറൂമിൽ അമൂല്യാഭരണങ്ങളുടെ
ആർട്ടിസ്ട്രി ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി. സിനിമാ സീരിയൽ താരം രക്ഷാരാജ് ഷോ ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സോണൽ ഹെഡ് ജാസി തണ്ടോറ അധ്യക്ഷത വഹിച്ചു. പേരാമ്പ്ര ഷോറൂം ഹെഡ് റെനീഷ് കെ, കൂതാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു, ഫ്ലവേഴ്സ് ചാനൽ മ്യൂസിക്കൽ വൈഫ് സെക്കൻഡ് റണ്ണറപ്പ് കിൻഷ സുമേഷ്, PRO ഷമീർ PC തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സബ് ബ്രാൻഡുകളായ മൈൻ ഡയമണ്ട്, ഇറ അൺകട്ട് ഡിവൈൻ, ഇന്ത്യൻ ഹെറിറ്റേജ് ജ്വല്ലറി, എത്നിക്സ്, ഹാൻഡ് ക്രാഫ്റ്റ് ജ്വല്ലറി, ബ്രഷ് ജം ജ്വല്ലറി, ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി, സ്റ്റാർലൈറ്റ് കിഡ്സ് ജ്വല്ലറി എന്നിവയുടെ തെരഞ്ഞെടുത്ത കളക്ഷൻസ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിദഗ്ധരായ പാരമ്പര്യ കലാകാരന്മാർ നിർമ്മിച്ച ആഭരണങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 11 വരെയാണ് പ്രദർശനം.